എക്സ്പീരിയൻസ് 3 തലങ്ങളിലായിട്ട് പറയണം, 4 തലങ്ങളിൽ. അതായത് ഞാനിവിടെ അനുഭവിച്ചത് ഒന്ന് പ്രകൃതി, പറയുമ്പോൾ എക്സ്പീരിയൻസ് ശരിക്കും പറയണല്ലോ. പ്രകൃതി, രണ്ടാമത്തത് സൈലൻസ് മെഡിറ്റേഷൻ, മൂന്നാമത്തത് അൻവർ സാംസാറിന്റെ ക്ലാസ് വിസ്ഡം, നാലാമത്തത് ഭക്ഷണം. വേറെ നീ മിസ്സായിട്ടുണ്ടോ? അല്ല, ഈ 4 കാര്യങ്ങളിലൂടെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞു പോയാലാണ് അത് മനസ്സിലാവുക. അതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം കൂടി പറയാം. ആക്ച്വലി അൻവർ ഖാനെ വളരെ റീസെന്റ്ലി ആണ് പരിചയപ്പെട്ടത്. ഞാൻ ഇത്തരത്തിൽ കുറെ മുമ്പൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ നന്നായിട്ട് പുസ്തകം വായിക്കും. ഇതിൽ കൂടുതൽ അല്ല, അൻവർക്കൊക്കെ അറിയാം, ഞാൻ ഒരു ട്രെയിനറുടെയും പോയിട്ടില്ല. പിന്നെ 1-2 ചെറിയ സെഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് അൻവർ ഖാനെ പരിചയപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ റീൽസിലൂടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ദുബായിൽ വെച്ചിട്ട് അൻവർ സാഹിബ്, ഇത് ഞാൻ കാണുന്ന ആളാണല്ലോ, ഇദ്ദേഹത്തിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇദ്ദേഹം മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പൊ എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്ന ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് സീക്രട്ട് എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറെ നേരം സംസാരിച്ചു. അങ്ങനെ 1-2 സെഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറഞ്ഞു ആക്ച്വലി. അപ്പൊ ഞാൻ ഷാർജയിൽ എന്നെ വന്ന് കണ്ടു. ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഷാർജയിലായിരുന്നു. ആ സമയത്ത് ഇവർ വന്ന് കാണുകയും, അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് 23rd എക്സ്പീരിയൻസ് പറയാമല്ലോ ശരിക്കും. 23rd കൊച്ചിയിലൊരു മീറ്റിംഗ് ഉണ്ട്, 24th ഈ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. കാര്യം എന്താ, ഞാൻ 23rd ഓൾറെഡി മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ വരണം. കാരണം ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞത് എക്സ്പെൻസീവ് ആണ്, പിന്നെ നല്ല തിരക്കുമാണ്. അപ്പൊ 23rd മീറ്റിംഗ് ഉണ്ട്. 24, 25, 26 ഇവിടെ പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷെ ഷാർജയിൽ എത്തിയപ്പോ എന്റെ 23rd മീറ്റിംഗ് ക്യാൻസലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അൻവർ സാമുകാർ എന്നെ കാണാൻ വേണ്ടി ഷാർജയിൽ വന്നു. പക്ഷെ അത് പറഞ്ഞില്ല, ഈ മീറ്റിംഗ് ക്യാൻസലായ കാര്യം പറഞ്ഞില്ല. കാണാൻ വന്നപ്പോ എനിക്ക് കമ്മിറ്റ്മെന്റ് ആയി. കാരണം എന്നെ കാണാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം വന്നപ്പോ എനിക്ക് കമ്മിറ്റ്മെന്റ് ആയി. അപ്പൊ ഇനി പ്രോഗ്രാം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഈ പ്രോഗ്രാം വേണ്ടി മാത്രമാണ്, ആക്ച്വലി ആ മീറ്റിംഗ് ഇല്ല. പിന്നെ ഇതിന്റെ കൂടുതൽ ഒരു കാര്യം പറയാം, എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാനിപ്പം എക്സ്പീരിയൻസ് ഭാഗമായിട്ട് പറയണതാണ്, MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LLBന്റെ 5th സെമസ്റ്റർ ആണ്. എന്റെ ജൂണിൽ 6th സെമസ്റ്റർ കഴിഞ്ഞാൽ അത് അതിന്റെ പ്രൊഫഷണൽ ഭാഗമായിട്ടാണ്. അപ്പോൾ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇത് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് 3 ദിവസം മൊബൈൽ ഇല്ലാണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ്. ഞാൻ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്, അൻവർക്കൊക്കെ അറിയാം. ആക്ച്വലി USA അതായത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം USA എന്നൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ നാട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ ഫ്ലൈറ്റിലും അവിടുത്തെ ബസ്സിലും അവിടുന്ന് വണ്ടി എടുത്തിട്ട് യാത്ര ചെയ്യുക. അത് പറയാനുള്ള കാരണം അങ്ങനെ യാത്ര ചെയ്തു. പിന്നെ യൂറോപ്പ്, ആഫ്രിക്കൻ കൺട്രീസ്, അറബ് കൺട്രീസ്, മാക്സിമം യാത്ര ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അൻവർക്കൊക്കെ അറിയാം, ഞങ്ങൾ ഡിസംബറിൽ ഞാൻ ദുബായിലുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, ഇനി ഈ വർഷം ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ പിറ്റത്തെ ആഴ്ച ഞാൻ അവിടെ കാണും. ഇപ്പൊ ജനുവരിയിലും ദുബായ്, അബുദാബി ഉണ്ടായിരുന്നു, ഫെബ്രുവരിയിലും ഷാർജ ഉണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, മനസ്സാ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് തരുന്നത്. ഒന്നത് ഇത്രയൊക്കെ യാത്ര ചെയ്തെങ്കിലും ഈ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടും നാടും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെയാണ് മിനിയാണെന്ന് അറിയില്ല, ഞാൻ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, അതാണ് ഞാൻ യാത്ര പറയാനുള്ള യാത്രയുടെ ഇത് പറയാൻ കാരണം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഫീലിംഗ് ഇവിടുന്ന് കിട്ടിയതും അതും കിട്ടിയത് കമ്പയർ ചെയ്യാൻ വേണ്ടി. അവിടെ ആ ഊഞ്ഞാല് കണ്ടു. അപ്പൊ പണ്ട് നമ്മുടെ ഒരു ചെറുപ്പത്തിലൊക്കെ അന്ന് ഊഞ്ഞാല് ഈ അണ്ണന്മാരാണല്ലോ കൊണ്ടുവന്ന് വെക്കുക. അത് വാങ്ങിയിട്ട് വീട്ടില് മരത്തിൽ കെട്ടിയിട്ട് ആടി ഓർമ്മ വന്നു. ആ ഒരു ഫീലിംഗ്, ആ ഫീലിംഗിലേക്കാണ് വരുന്നത്. നമ്മൾ ഇത്രയും രാജ്യങ്ങൾ കറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാനത് കയറി വന്നപ്പോ ആടിത്തരാൻ ആളില്ല, കാരണം മിണ്ടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാനിതിന് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയറിങ്ങനെ തെരഞ്ഞെടുക്കുമ്പോ അവിടെ ഒരു വാഴ കണ്ടു. ഉണങ്ങിയ വാഴയില ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വാഴയില നമ്മുടെ കയറാക്കിയിട്ടുണ്ടല്ലോ പണ്ടൊക്കെ. ഞാൻ ആ വാഴയില പിടിച്ചപ്പോ ഞാൻ കരഞ്ഞുപോയി, കണ്ണിന്ന് വെള്ളം വന്നു. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ രീതിയിൽ പ്രകൃതിയാണല്ലോ നമുക്ക്. നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോകുന്നുണ്ട്.
ഞാൻ ഈ യു എസിന്റെ കഥ പറയാൻ കാരണം ന്യൂയോർക്കിലും എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ആ വാഴ പിടിച്ചപ്പോൾ ഉള്ള ആ എക്സ്പീരിയൻസും ആ ഫീലിങ്ങും എനിക്ക് ന്യൂയോർക്കിലോ യൂറോപ്പിലോ ഒന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ എന്റെ കണ്ണിന്ന് വെള്ളം വന്നു. കാരണം അത് വരാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 വർഷമായി ഖത്തറിൽ 2014 പോയതാണ്. ഒരു കാരണവശാലും ഗൾഫിൽ പോകില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഞാൻ. നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന രീതിയിൽ അങ്ങനെ പല പരിപാടികളായിരുന്നു നടന്നിരുന്ന സമയത്ത് ജീവിതത്തിലെ ഒരു പ്രതിസന്ധി, ഏറ്റവും ബാഡ് സിറ്റുവേഷൻ വരുമല്ലോ, അതായത് ഇനി ഒരു രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇഷ്ടമില്ലാണ്ട് ഗൾഫ് പോയ ആളാണ് ഞാൻ. കാരണം എനിക്ക് നാട്ടിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ചില പരിപാടികളൊക്കെ ചെയ്ത് നാടിനു വേണ്ടി അടങ്ങി സമൂഹത്തിൽ അടങ്ങി നടന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പൊ എനിക്ക് ആ വാഴ പിടിച്ചപ്പോ എന്റെ പഴയ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. അതാണ് ഞാൻ പ്രകൃതി പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് ആ പ്രകൃതിയിൽ എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ അതിനെ ആസ്വദിക്കാൻ തുടങ്ങി. അതിന്റെ ശേഷം മുറ്റത്തൊക്കെ ഇറങ്ങി നടന്നു മാവും ചുമ്മാ ഇങ്ങനെ പിന്നെ ഞാൻ ശരിക്കും എനിക്ക് ആ ഫീലിങ്ങിൽ പിന്നെ ഞാൻ അതിനെ ആസ്വദിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കറങ്ങി മാക്സിമം. കാരണം ഇനി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ ജീവിതം മാറിപ്പോയി. ഇനി ഇങ്ങോട്ട് തിരിച്ച് വരൽ അങ്ങനെ ഈസി അല്ല. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാന്നല്ലാണ്ട് പെട്ടെന്ന് ഈസി അല്ല. അപ്പൊ ഞാൻ പ്രകൃതി ആസ്വദിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും നന്നായിട്ട് ആസ്വദിച്ചു. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നത്. കാരണം എന്റെ വീടിന്റെ ഒരു ജസ്റ്റ് 100 മീറ്റർ അപ്പുറത്തെ അമ്പലമാണ്. അപ്പൊ രാവിലെ അമ്പലത്തെ പാട്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഞാൻ മോർണിംഗില് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് ഈ പിന്നെ ഗായത്രി മന്ത്രമാണ്. അത് ഓരോരുത്തർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സോങ്. അപ്പൊ ഞാൻ അത് ശരിക്കും ആസ്വദിച്ചായിരുന്നു. അതാ ഞാൻ പറഞ്ഞു വന്നത്. അമ്പലത്തിൽ ഞാൻ കേൾക്കാതെ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈവനിങ് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അവിടെ മതില് പോയിരുന്ന് ആരും ശ്രദ്ധിച്ചൊന്നും അറിയില്ല. അത് ഞാൻ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. ഓക്കെ. അപ്പൊ പ്രകൃതി. പിന്നെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ സൈലൻസ്. അത് ഞാൻ കുറച്ചു കാലമായിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൈലൻസ് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ഗോൾ എഴുതാനും കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾ ഗോൾ എഴുതാൻ കാരണം എനിക്ക് ഫോക്കസ് കിട്ടിയിരുന്നില്ല. ഞാൻ അൻവർ സാറിന്റെ ഒരു പേഴ്സണൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കാരണം അത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആയിരുന്നു. കാരണം എവറി മന്ത് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. എന്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ര എവറി മന്ത് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിലായതുകൊണ്ട് എനിക്ക് ഫോക്കസ് കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാനൊരു 2-3 ദിവസം എവിടെയെങ്കിലും പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്, ആ ഒരു സൈലൻസിലൂടെയും മെഡിറ്റേഷനിലൂടെയും. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് കുറെ ഇൻസൈറ്റ് തന്നിട്ടുണ്ട്, വിസ്ഡം. പിന്നെന്താ ഞാൻ ഒന്ന് പറഞ്ഞത്, ഭക്ഷണം ഞാൻ ആക്ച്വലി അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഹെൽത്ത് ഒക്കെ നോക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. വന്നന്ന് രാത്രി നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. പക്ഷെ ഇന്നലെയും ഇപ്പൊ നമ്മളിപ്പോ ലേറ്റ് ആയിട്ട് ഇന്നൊക്കെ ഞാൻ വളരെ കുറച്ച് കഴിച്ചു, പക്ഷെ വിശപ്പ് തോന്നുന്നില്ല. അപ്പൊ നമ്മൾക്കൊരു ഫുഡ് ഹാബിറ്റും ഉണ്ടാക്കി. ഇതിപ്പോ ഇവിടുന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ 100-110 വയസ്സ് വരെയൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഇനി ഞാൻ ഇവിടുന്ന് പോയാൽ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണം, മെഡിറ്റേഷൻ ഫോളോ ചെയ്യണം. പ്രകൃതി നെക്സ്റ്റ് ഇയറിൽ, കാരണം അത്രയും കാര്യങ്ങൾ മുന്നിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പക്ഷെ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിയിൽ പറഞ്ഞല്ലോ 10 ഡേയ്സിലേക്ക് അത് ഒരു കാര്യം കൂടി പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത കഥ. ഞാൻ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യുന്നത് എന്റെ ബിസിനസ്, എന്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം സിസ്റ്റം ആണെങ്കിലും എല്ലാം ഫോണിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. കാരണം ഓഫീസിൽ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കണക്ട് ചെയ്യേണ്ട ആളാണെങ്കിൽ ഇപ്പൊ സൂം ഉണ്ടല്ലോ, അപ്പൊ തന്നെ സൂം വരും, കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഇന്നലെ മിനിയാന്ന് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊന്നും അറിയില്ല എക്സ്പീരിയൻസിൽ, നൈജീരിയ എന്നും കൊറിയ എന്നും 2 ടീം ഓൾറെഡി ഓഫീസിലേക്ക് വരാനുള്ള മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരെ എന്ത് ചെയ്തു, 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, എന്റെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിലാണ്, നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു. എന്താ സംഭവിച്ചെന്നുള്ള അറിയില്ല. ഇതുവരെ ഇപ്പൊ തന്നിട്ട് ഞാൻ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. കാരണം ആ ഒരു ഓഫ് ആക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എൻജോയ് ചെയ്യാണ്, വരുന്നിടത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇത്രയാണ് എന്റെ ഈ പ്രോഗ്രാമിൽ എക്സ്പീരിയൻസ്. ഇതിന് എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന അൻവർക്കും, ഞങ്ങൾക്ക് ഇത്രയും നല്ല ഒരു സെഷൻ തന്ന അൻവർ സാറും, നമ്മുടെ ഇതിന്റെ കോർഡിനേഷൻ എല്ലാ വിധത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുലൈഖാനും അഖിലേഷിനും
പിന്നെ നമുക്ക് ഈ ഒരു വേദി ഒരുക്കി തന്ന കരീംഖാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.